ഭഗവാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഏവം വാച്യ സ കന്യാർത്ഥം ഇതി വോ നോപദിശ്യതേ ഭവൽ പ്രണീതമാചാരം ആമനന്തി സാധവഃ. ഏവം വാച്യ സ കന്യാർത്ഥം ഇതി വോ നോപദിശ്യതേ. ഇതിൽ ഭഗവാൻ എന്താണ് പറയുന്നത് വെച്ചാൽ 2 ശ്ലോകം കൂടി ഉണ്ട്. കാര്യങ്ങൾ പതുക്കെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നിങ്ങൾ ചെന്നിട്ട് അവിടെ ചെന്ന് കന്യയെ ചോദിക്കണം എന്നുള്ളത് തന്നെ. ഏവം വാച്യ സ കന്യാർത്ഥം ഇതി വഹ ന ഉപദിശ്യതേ. കന്യാർത്ഥം സഹ ഹിമവാൻ ഏവം വാച്യ ഇതി വഹ ന ഉപദിശ്യതേ. കന്യാർത്ഥം കന്യയെ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹ ഹിമവാൻ ഏവം വാച്യ ഇപ്രകാരം പറയപ്പെടേണ്ടതാണ്. അതായത് ഹിമവാനോട് ഇപ്രകാരം പറയേണ്ടതാണ്. കാര്യങ്ങൾ ഭംഗിയായി നടക്കുവാൻ നിങ്ങൾ ഇപ്രകാരം ചെന്ന് ഹിമവാനോട് പറയണം എന്ന് വഹ ന ഉപദിശ്യതേ. വഹ നിങ്ങൾക്ക് ഉപദേശം തരാൻ ഞാൻ ആളല്ല. വഹ നിങ്ങൾക്ക് ന ഉപദിശ്യതേ ഉപദേശിക്കപ്പെടുന്നില്ല. അതായത് ഞാൻ ഉപദേശിക്കുന്നില്ല. കൃത്യമായിട്ട് വാക്കുകളൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല. ഇപ്രകാരം ചെന്ന് ചോദിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നില്ല. എന്താ കാരണം? ഭവൽ പ്രണീതമാചാരം ആമനന്തി സാധവഃ. ഭവൽ പ്രണീതമാചാരം, ഈ ആചാരങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരാണ് നിങ്ങൾ. ഭവൽ പ്രണീതം ആചാരം ആമനന്തി ഹി സാധവഃ. ഭവൽ പ്രണീതം ആചാരം ഹി ആമനന്തി സാധവ. ഹി എന്നുള്ളത് ഉറപ്പിക്കുന്നതാണ്. നമുക്ക് സ്വാരസ്യം പോലെ ഇവിടെ വേണമെങ്കിൽ ചേർക്കാം. ഭവൽ പ്രണീതം ആചാരം ആമനന്തി സാധവഃ. സാധവഃ സാധുക്കള്, സജ്ജനങ്ങളെ ഭവൽ പ്രണീതം ആചാരം ആമനന്തി ഹി. ഭവൽ പ്രണീതം ആചാരം ഹി ആമനന്തി. സജ്ജനങ്ങളെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ തുടങ്ങി വെച്ച, നിങ്ങൾ ഉണ്ടാക്കിയ ആചാരങ്ങളെയാണ് ആമനന്തി ബഹുമാനിക്കുന്നത്, ആചരിച്ചു പോകുന്നത്, ഉപദേശിക്കുന്നത്. ഇനിയുള്ള തലമുറകൾക്ക് സജ്ജനങ്ങൾ ഉപദേശിച്ചു പോരുന്നത് എന്നൊക്കെ അർത്ഥം ആമനന്തി എന്ന് പറയുന്നത്. ബഹുമാനിക്കുന്നു, ഉപദേശിക്കുന്നു, വലിയതായി കണക്കാക്കി ആചരിക്കുന്നു എന്നെല്ലാം അർത്ഥം. ആചാരങ്ങൾ, നിങ്ങൾ തുടങ്ങി വെച്ച ആചാരം, സൃഷ്ടിയുടെ ആദ്യകാലത്ത് നിങ്ങൾ തുടങ്ങി വെച്ച ഇങ്ങനെയൊക്കെയാണ് ലോകത്തിലുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്നിങ്ങനെ ഉള്ള നിങ്ങൾ പറഞ്ഞു വെച്ച ആചാരങ്ങളാണ് സജ്ജനങ്ങൾ ഇപ്പോഴും ആചരിച്ചു പോരുന്നത്, വരും തലമുറകൾക്ക് ഉപദേശിച്ചു പോകുന്നത്. ആരാണ് സജ്ജനങ്ങൾ? അത് നല്ലപോലെ അറിവുള്ള ആൾക്കാർ, വേണ്ടത് വേണ്ട പ്രകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ തുടങ്ങി വെച്ച ആചാരമാണ് ഇപ്പോഴും അനുഷ്ഠിച്ചു പോരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെന്ന് അവിടെ പറയൂ എന്ന് നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. അത് നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങളുടെ ആ മഹാജ്ഞാനത്തിനനുസരിച്ചും ആ വാക്ചാരുതയ്ക്കും അനുസരിച്ച് പറഞ്ഞുകൊള്ളുക എന്നാണ് ഈ വാക്കിനർത്ഥം. ഏവം വാച്യ സ കന്യാർത്ഥം ഇതി വോ നോപദിശ്യതേ. സ കന്യാർത്ഥം ഏവം വാച്യ, അദ്ദേഹം കന്യയ്ക്ക് വേണ്ടിയിട്ട് ഇപ്രകാരം പറയപ്പെടണം. അദ്ദേഹത്തോട് കന്യയെ കിട്ടുവാൻ വേണ്ടി, ലഭിക്കുവാൻ വേണ്ടി ഇങ്ങനെ ആവശ്യപ്പെടണം എന്ന് വഹാന ഉപദേശിച്ചത് എന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നില്ല. നിങ്ങൾ എന്നാൽ ഉപദേശിക്കപ്പെടുന്നില്ല, അഥവാ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നില്ല. എന്താ കാരണം? ഭവൽ പ്രണീതം ആചാരം ഹി ഭവൽ പ്രണീതം ആചാരം ആമനന്തി ഹി സാധവ. ഭവൽ പ്രണീതമായ ആചാരത്തെയാണ് സാധുക്കൾ ഇപ്പോഴും മാനിച്ച് ആചരിച്ചു പോരുന്നത് എന്ന ചെറിയൊരു ശ്ലോകമാണിത്. പക്ഷേ ഇതിൽ വലിയൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിലുണ്ടല്ലോ, ഇവർ
സപ്തർഷികളാണ്, സദാ തപസ് അനുഷ്ഠിക്കുന്നവരാണ്. പക്ഷേ അവർ ഈ ലോക ജീവിതത്തിൽ ഇങ്ങനെ വേണം എന്നുള്ള ആ ലോക ജീവിതമൊക്കെ പറഞ്ഞുവല്ലോ, ഈ ധർമ്മത്തിൽ അധിഷ്ഠിതാണ് എന്നുള്ളത്. ആ ധർമ്മം എന്താണെന്ന് ഇവർക്കറിയാം. അപ്പോൾ അവരുടെ ആ കണ്ണിൽ കൂടെ, ദിവ്യമായ കണ്ണിലൂടെ എങ്ങനെയൊക്കെ ആചരിച്ചാലാണോ ആ ധർമ്മത്തെ ഏറ്റവും പ്രധാനമായിട്ട് ചെന്ന് പടിപടിയായിട്ട് മനുഷ്യൻ സാഫല്യത്തിൽ എത്തേണ്ടത് എന്നുള്ള ആ രീതികളൊക്കെ സാധാരണക്കാർക്ക് ലോകജീവിതം അനുഷ്ഠിച്ചു പോരുന്നവർക്ക്, കുടുംബജീവിതം ഗൃഹസ്ഥന്മാർക്ക് എല്ലാവർക്കും ഉപദേശിച്ച് അതിനെയൊക്കെ ശരിയാക്കുന്നത് കൂടി അവരുടെ ഭാരമാണ്. അത് ഓരോ സ്ഥലത്തും പറയുന്നുണ്ട്. ഈ ദിവ്യർഷികൾ, മഹർഷിമാരെ അവരൊക്കെ ഈ ലോകജീവിതത്തിനെ ബഹുമാനിക്കുന്നവരാണ്. ഈ ലോകജീവിതം വേണ്ടതുപോലെ ജീവിച്ചാൽ ഏറ്റവും വലിയ സ്ഥാനത്ത്, ഏറ്റവും വലിയ ഒരു സാഫല്യത്തിൽ, അതിനും മറികടന്ന് എവിടെയാണോ എത്തേണ്ടത് ആ വലിയ സ്ഥാനത്ത് എത്താൻ, ജ്ഞാനത്തിൽ എത്താൻ കഴിയുമെന്ന് ഉള്ള ആ സങ്കല്പമുള്ളവരാണ്. അതിന് പ്രകാരം ലോകർക്ക് ആചാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരാണ് ഈ മഹാത്മാക്കളായ യോഗികൾ എന്നുകൂടി നമുക്ക് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത അതുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കാളിദാസൻ്റെ ദർശനപ്രകാരം. ഏവം വചസകന്യാർത്ഥം ഇതിവോ നോപദിശ്യതേ ഭവൽ പ്രണീതം ആചാരം ആമനന്തി സാധവഃ. ഭവൽ പ്രണീതം ആചാരം, ആചാരത്തെ ആമനന്തി ബഹുമാനിക്കുന്നു, ആചരിക്കുന്നു, ഉപദേശിക്കുന്നു എന്നൊക്കെ അർത്ഥമുണ്ട്.